പറഞ്ഞു, മൻ ശദ്ദ ശുദ്ധ ഫിന്നാർ. ഒരു സമൂഹത്തിൽ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒരു സംഘത്തിന്റെ ഒപ്പം നിൽക്കണം, ഒറ്റക്ക് നിൽക്കാൻ പാടില്ല, ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കണം. നിങ്ങൾ ഒരു സമൂഹത്തിൽ നമ്മുടെ ആദർശമുള്ള അഹ്ലുസുന്നത്തിന്റെ ആദർശമുള്ള ഒരു സംഘടനയോ ഒരു കൂട്ടായ്മയോ ഒരു ജമാഅത്തൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ആ സംഘത്തിലും ജമാഅത്തിലും ചേർന്ന് നിൽക്കുന്ന നിർബന്ധമാണെന്നാണ് സലഫി പണ്ഡിതന്മാർ പറയുന്നത്. അതിനൊരു ഖുർആൻ ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ തെളിയിച്ചെന്നായി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ എന്ന. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യസന്ധന്മാരാകണമെന്നല്ല, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം. വകൂനൂ സാദിഖീനല്ല, വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുക. അപ്പൊ ഈ ആയത്തെടുത്തിട്ടാണ് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞത് ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കണം. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സെക്രട്ടറി ഉണ്ടോ, പ്രസിഡന്റ് ഉണ്ടോ, ട്രഷറർ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ? ഈ പറയപ്പെടുന്ന സാങ്കേതിക പദങ്ങളില്ലെങ്കിലും അവിടെ വെക്കണം. പ്രവാചകൻ ഒരു കാര്യം വന്നാൽ മീറ്റിംഗ് കൂടും. ബദറിൽ നടക്കാൻ പോകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ വിളിച്ചു, മുഹാജിറിനെ വിളിച്ചു, മീറ്റിംഗ് കൂടി. ബദർ എന്ന് പറഞ്ഞാൽ മദീനക്ക് പുറത്താണ്. അപ്പൊ നമ്മള് മക്കത്തെ മുശ്രിക്കുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മദീനയിൽ നിന്ന് അവരെ ആക്രമിക്കണോ അതല്ല മദീനക്ക് പുറത്തുനിന്ന് അവരെ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യണോ, ഇങ്ങോട്ട് വന്നിട്ട് പ്രതിരോധിക്കണം? മീറ്റിംഗ് കൂടി. മീറ്റിംഗ് ഒന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ അഭിപ്രായം ചോദിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് മിനിറ്റ്സ് ഉണ്ട്. നമ്മൾക്കൊന്ന് മീറ്റിംഗ് കൂടി ഇവിടെ ഒപ്പിട്ട് ആരൊക്കെ മീറ്റിംഗിൽ പങ്കെടുത്തു, ആ മീറ്റിംഗിൽ തീരുമാനങ്ങൾ ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സംസാരങ്ങൾ അവിടെ ഒരു അറബി വന്നു, ആ അറബിന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, സഹാബത്തിന് പ്രതികരിച്ചു. ഇതൊക്കെ ഹദീസിലുണ്ട്. അതിന് മിനിറ്റ്സ് പേര് ഓരോ മിനിറ്റിലുള്ള കാര്യങ്ങൾ എഴുതിയൊക്കെ മിനിറ്റ്സ്. പക്ഷെ ഈ ആശയം റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്തിനെയും എന്നാൽ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ച് ഉള്ളിൽ നിഫാഖുമായി നടക്കുന്ന ആളെയും രണ്ടായിട്ട് തന്നെയാണ് വിശ്വാസം കണ്ടത്. തബൂക്ക് യുദ്ധത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കണം. കുറച്ച് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തബൂക്ക് കുറച്ച് ദൂരത്താണ്. അപ്പോ സഹാബത്തെല്ലാവരും ഒരുങ്ങി. കഅബുൽ മാലിക് ഉണ്ട്. കഅബുൽ മാലിക്കിന് നല്ല കുതിരകളും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിക്കുള്ളതാണ് കഅബുൽ മാലിക് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ പോയി. കഅബുൽ മാലിക് വിചാരിച്ച് എനിക്ക് നല്ല കുതിര ഉണ്ടാവും, നമുക്കെന്ത് ചെയ്യാം, ഓടിച്ചിട്ട് ഓലപ്പെടുത്താം. അവസാനം അങ്ങനെ പോയി നോക്കുമ്പോൾ റസൂൽ പോയി. അവസാനം കഅബുൽ മാലിക്കിന് പോകാൻ കഴിയുന്നില്ല, പിന്തി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോ കഅബുൽ മാലിക്കിന് ചോദിച്ചു, ഇവിടെ കഅബ്? ചില ആൾക്കാർ പറഞ്ഞു, നബി കഅബ് മുനാഫിക്കായി പോയി പോകുന്നുണ്ട്, നമ്മൾ വേറെ ചാപ്പടിക്കുന്നതാണ്. എന്തെങ്കിലും മീറ്റിങ്ങിലാണെങ്കിൽ അപ്പൊ എന്തോ സുഹൃത്തി കുറിച്ചൊക്കെ ആയിട്ട് തോന്നുന്നു, അതൊരിക്കലും താൻ പാടില്ല. അപ്പൊ ചില ആളുകൾ പറഞ്ഞു കഅബ് മുനാഫിക്കായിട്ടുണ്ട്, ഇവർ ഒരിക്കലും പറയാൻ പാടില്ല. നബിക്ക് തിരിച്ചു വന്നു. എന്റെ കഅബ് റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ മദീനയിൽ നിന്ന് നോക്കിയപ്പോ കുറെ ആൾക്കാരോടുണ്ട്, മദീന യുദ്ധത്തെ പോലത്തെ ഉണ്ട്, പക്ഷെ ഒക്കെ മുനാഫിക്കുക. ഞാനും വേറെ ഞങ്ങൾ 3 ആൾക്കാർ മാത്രമാണ് റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ആളുകൾ വിദ്യയുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കുറെ ആൾക്കാർ മദീനത്തുണ്ട്, പക്ഷെ അവർക്ക് കഅബ വിശ്വാസികളാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്. തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ കഅബുൽ മാലിക്കിനൊക്കെ വിളിച്ചു, എന്താ കഅബ യുദ്ധത്തിന് പോരാതിരുന്നത്? അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലല്ലേ ഇരിക്കണേ വെച്ച് എനിക്ക് കളവ് രക്ഷപ്പെടാം, പക്ഷെ എനിക്ക് നിങ്ങളുടെ മുമ്പ് കളന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, നല്ല വഹി വരും. അങ്ങനെ കഅബുൽ മാലിക് എനിക്ക് പ്രത്യേകിച്ച് കാരണം അവന് വിശ്വാസ പണിഷ്മെന്റ് കൊടുക്കുക, അച്ചടക്ക നടപടി.
സംഘടനയിൽ എന്തെങ്കിലും ചിലപ്പോൾ അച്ചടക്കങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാൻ പറഞ്ഞത് ഈ ഹദീസ് വിശദീകരിച്ച ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിൽ 40ലധികം ഫവായിദുകൾ മസ്അലകൾ ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു ജമാഅത്തായി പ്രവർത്തിക്കുമ്പോൾ ആ ജമാഅത്തിന് അപകടമുണ്ടാകുന്ന എന്തെങ്കിലും പ്രവർത്തനം പ്രവർത്തിച്ചാൽ അയാൾക്ക് അച്ചടക്ക നടപടിയെടുക്കണം. എടുത്തു റസൂൽ എന്താ പറഞ്ഞ ഒറ്റ കുട്ടിക്കാരനോടും ഉണ്ടാകാൻ പാടില്ല, സലാം പറഞ്ഞ മടക്കാൻ പാടില്ല, കഅബയോട് സലാം പറയാൻ പാടില്ല. ശരി, നബി പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കില്ല. അതാണ് സമയന വാർത്തനാർ. അത് 3 ആളുകളോടും പിന്നെ 2 ദിവസം കഴിഞ്ഞ പ്രസവം പറഞ്ഞു കഅബ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കണം, ഭാര്യനെ പുറക്കാൻ പാടില്ല. 4 ശബ്ദം ഒറ്റപ്പെടൽ. റസൂൽ ജീവിച്ചിരിക്കുന്നുണ്ട്, റസൂലിനെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ റസൂൽ നിസ്കരിച്ചിട്ട് റസൂൽ കൊണ്ട് വരുമ്പോ ഞാൻ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയും. ഇത് മുഖം എടുക്കും, മുഖം എടുക്കും. എന്നാലും കാബറുള്ളാഹു റസൂലിന്റെ ചുണ്ടിലേക്ക് നോക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ട് അനങ്ങുന്നുണ്ടോ നോക്ക്. ഒരു ദിവസം 40ലധികം ദിവസങ്ങൾ. അപ്പോഴാണ് ഇപ്പൊ നമ്മള് എന്താ വിശുദ്ധ പുറത്താക്കിയ ഞാൻ കേൾപ്പിക്കണ്ടോ അങ്ങനെ ഓർക്കുന്ന ചാപ്പിട്ട് കുത്തിരിക്കാറുണ്ടോ? പറഞ്ഞ ആരും ചാടുണ്ടെങ്കിൽ എല്ലാരും ബഹിഷ്കരിച്ച വിവരം ശത്രുരാജ്യങ്ങൾക്കൊക്കെ കിട്ടി. കർച്ചാരന്മാർക്കുണ്ടോ അതല്ല കാബർജുമാനൊക്കെ നിങ്ങളെ നിങ്ങളുടെ നേതാവ് ബഹിഷ്കരിച്ചു ഞാൻ കിട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സമർത്താം. കീറിയുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അച്ചടക്കവും എല്ലാം നബിന്റെ കാലത്തുണ്ട്. അതന്നെയാണ് നമ്മുടെ സംഘടനയിലുള്ളൂ, അതന്നെ ഇസ്ലാമിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളൂ. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മീറ്റിംഗ് ഉണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് അതുണ്ടോ? നോക്കിക്കോ. ചിലപ്പോ പിന്നെ രാത്രി സഹവാസ ക്യാമ്പ് നടത്തും. രാത്രിയിലൊക്കെ റസൂൽ നബിന്റെ അടുത്തേക്ക് 40 യുവാക്കളും യൂത്തുകാരും 40 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസത്തോളം അല്ലെങ്കിൽ 30 ദിവസത്തോളം അവരെ പള്ളിയിൽ താമസിപ്പിച്ച് അവർക്ക് ദീനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അപ്പോ പിന്നെ അവർക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമാണ്. പോയിക്കോ. 40 ദിവസം ഏകദേശം ഒരു 30-20 ദിവസത്തോളം പ്രവാചകൻ അവരെ പള്ളിയിൽ വെച്ച് നമ്മൾ സാധാരണ പിന്നെ എന്താ പറയുക ദാഹിക്കാനും അതുപോലെ തന്നെ ദേവ ട്രെയിനിങ്ങും മതം പഠിപ്പിക്കാനും ദൗറകളൊക്കെ സംഘടിപ്പിക്കുമല്ലേ, അതിനെ വിശ്വാസം നടത്തി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉള്ള ആ സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നേതാവ് ഉണ്ടാകും. നബി പറഞ്ഞു നിങ്ങൾ 3 ആള് യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ നേതാവാണ്. നേതാവാണ് കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു യാത്രയിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇറങ്ങും, ഇവിടെ ഇറങ്ങും, അപ്പുറത്ത് ഇറങ്ങുന്നുണ്ടാവില്ല, കച്ചറക്കാര്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അയാൾ നേതാവായി. ഇതിന്റെ സംഘടനകളിൽ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ആ മീറ്റിംഗിന് കൃത്യമായിട്ട് വരിക, പങ്കെടുക്കുക, ആ ഷൂറ കൂടി തീരുമാനത്തിൽ നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും ആ ഷൂറൊക്കെ ഒരു ബർക്കത്തുണ്ടാവും. ഞാൻ പറഞ്ഞ ഇതാണ് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ. ഇത് നബിന്റെ കാലം മുതൽക്കേ ഉള്ളതാണ്. അതിന്റെ താവഴിയാണ് യഥാർത്ഥത്തിൽ KN മൗലവി തുടങ്ങി വെച്ചത് കേരളത്തിൽ. അതിലാണ് നമ്മൾ മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പ്രവർത്തിക്കാൻ, ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെ ഈ ജമാഅത്തായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചം. ഇപ്പൊ നമ്മളിപ്പോ ഒന്നുകൂടെ പിന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി തീരുമാനിക്കണം മോത്തങ്ങാടിയിൽ ഒരു പ്രഭാഷണം നടത്തണം. അയാൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് ബാക്കി പ്രഭാഷണമൊക്കെ കിട്ടും, അയാൾക്ക് വേണമെങ്കിൽ പ്രഭാഷണം നടത്താം. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ ശാഖകളിലും ഒരു മീറ്റിംഗ്, ഒരു പ്രഭാഷണം നടത്തുന്നു. 950-ലധികം ശാഖകൾ നമുക്കുണ്ട്. 950-ലധികം ശാഖ. അപ്പൊ ആ ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് 950 സ്ഥലത്ത് നടക്കും. ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അവിടെ നടക്കുള്ളൂ, മോങ്ങത്തങ്ങാടിൽ മാത്രം നടക്കും.
കേരളത്തിൽ എല്ലാ സ്ഥലത്തും ശാഖകളും വേരുകളും ഉള്ള നമ്മുടെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് വളരെ ക്രിയാത്മകമായും സക്രിയമായും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ ആലോചിക്കും, എത്രയാണ് അപ്പോ പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം അതൊരു ഒരു ഒരു വ്യക്തിക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. അതൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അപ്പൊ ഈ സംഘടന ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയ ആൾക്കാരുണ്ടല്ലോ, ഓരൊക്കെ അവസാനം ജനങ്ങൾക്ക് ഉപകാരമുള്ള, പിന്നെ ഞാൻ സാധാരണ പറഞ്ഞു ഇപ്പൊ 12 പിന്നെ സുബൈർ പങ്കെടു നിന്ന് കുറച്ച് ആൾക്കാർ സംഘടന വേണ്ടെന്ന് പറഞ്ഞു പോയി. ഇപ്പൊ കുറച്ച് ആൾക്കാർ പിന്നെ വേറെ കുറച്ച് ആൾക്കാർ സംഘടന ചേർത്തെന്ന് പറഞ്ഞു. ഈ ആളുകളൊക്കെ പ്രവർത്തനം എടുത്തു നോക്കി. സമൂഹത്തിന് ഉപകാരമുള്ള ഒരു ജാമ്യ, അതല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു വലിയ പിന്നെ ദീനിയായ സ്ഥാപനം, അല്ലെങ്കിൽ റേഡിയോകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു പള്ളിയിൽ എന്തെങ്കിലും സിഫുദ് കോളേജ് സ്ഥാപനങ്ങൾ, ചെറിയ അറബി കോളേജ് ഉണ്ടാവുന്നല്ലാതെ നമ്മുടെ ജാമ്യ പോലെ, ജാമ്യ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ജാമ്യ എന്ന് പറഞ്ഞു സ്കൂൾ ഓഫ് ഖുർആനിലടക്കം ആയിരക്കണക്കിന് ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ ജാമ്യയുടെ ഭാഗമാണ്. കേരളത്തിന് പുറത്തും അകത്തും ഇതൊരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്തിനാണ് കൂട്ടായ്മ ചോദിച്ചാൽ ഇതിനാണ്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സംഘടിതമായി പ്രവർത്തിക്കണം. ആ ഒരു സംഘടിതമായി ഇന്ന് കേരളത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖും ബർക്കത്തുള്ള കൂട്ടായ്മ നടത്തി നമ്മളാണ്. ബാക്കിയുള്ള ഏത് പ്രസ്ഥാനങ്ങൾ എടുത്തോക്കി ഒന്നുകിൽ ആദർശ വിശുദ്ധി ഉണ്ടാകൂല, അതല്ലെങ്കിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടാകൂല, ഇതുമല്ലെങ്കിൽ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അതിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ സമസ്ത എടുത്തോക്കി, ഒരു മുഅ്മിന് എങ്ങനെ സമസ്തയെ പ്രവർത്തിക്കാൻ പറ്റും? സമസ്ത അതിന്റെ 8ാം പ്രമേയത്തിൽ തന്നെ പറഞ്ഞെന്താണ്? അത് ഉണ്ടാക്കിയ സമ്മേളനത്തിൽ 8ാം പ്രമേയത്തിൽ പറഞ്ഞെന്താണ്? സമസ്ത ലക്ഷ്യം പറയാം, അള്ളാഹു അല്ലാത്തവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് സഹായം ചോദിക്കലും അവരെ നേരിട്ട് വിളിക്കലും. നമ്മളെ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണമെന്ന് അള്ളാഹു പ്രാർത്ഥിക്കലും ബദരീങ്ങളോട് നേരിട്ട് വിളിക്കാനും വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. മനസ്സിലായി? അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയൊരു കൂട്ടായ്മയിൽ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റില്ല. നരകത്തേക്കാണ് വാത്തുനല്ല അബുവാബ് ജഹന്നൽ നബി പറഞ്ഞ അവസാന കാലത്ത് വരുന്ന നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ചില സംഘങ്ങളാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി എടുത്തു നോക്കി, ഈ ഇന്ത്യയിലും അതുപോലെ ലോകത്തും തീവ്രവാദം വളർത്തുന്നതിൽ വലിയ പങ്ക് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഇന്നിപ്പോലെ ഒരു പുസ്തകമൊന്നും പിൻവലിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങളിത് തീവ്രവാദത്തിന്റെ ആദർശമില്ലെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മൗദൂദ് സാഹിബ് പറഞ്ഞെന്താണ്? ഇസ്ലാമിക രാജ്യമില്ലാത്ത സ്ഥലത്തെ മതം എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിലെ വരയാണ്. അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത അധികാരമില്ലാത്ത സ്ഥലത്ത് ദീൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ വര. വെള്ളത്തിൽ വരച്ചിട്ട് കാണാം. ഷേഖ് അഹ്മദ് കാരക്കുന്ന് പോലും പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അധികാരം വേണം. അധികാരമുണ്ടെങ്കിൽ നിസ്കാരം പോലും ശരിയാവുള്ളൂ ഒരു പ്രശ്നത്തിൽ. നിസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ടത് ഇസ്ലാമിക ഗവൺമെന്റുള്ള ഭരണാധികാരിയാണ്. ഇന്ത്യയിൽ പഞ്ഞാറാവുന്ന ഭരണാധികാരി നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇസ്ലാമിക രാജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ഭരണകൂടത്തെ തകർത്ത് ഇസ്ലാമിക രാജ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം. നമ്മുടെ ആ വിഷയത്തിൽ എന്താ? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്, നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം, ഇവിടെ 120 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ മുസ്ലിമീങ്ങളാകെ 18-20%. ഈ 20% മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഈ ജാറത്തിലും അതുപോലെ തന്നെ കല്ലിലും മുള്ളും അതുപോലെ തന്നെ കാഞ്ഞിരെ കുറ്റും മുള്ളും മൂക്കമ്പാമ്പ് വരെ എല്ലാത്തിനെയും കണ്ട് ഒരു അമ്പ് കണ്ടാൽ പോലും കൈയൊന്നിക്കണ കൗമാൻ നമ്മളാണ്. മനസ്സിലായി? എവിടെയാണോ ജാറം കൊണ്ട് അവിടൊക്കെ കൈയൊന്നിക്കണം.
ഈ കൗമിനെ വെച്ചിട്ട് ഇനിയിപ്പോ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടെന്ന് കൂട്ടിക്കോളി, എന്താ കാര്യമുള്ളത്? കുറെ ചാറും കൂടി ഏറെ കൂട്ടുന്നല്ലാതെ ഇസ്ലാമിക ഭരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നിട്ട് പ്രവാചകനെ ചോദിച്ചത്, നബി മുഹമ്മദ് എനിക്ക് അധികാരം വേണം അവിടെ, ഞാൻ തരാം. ഇപ്പൊ എന്താ ആളുകൾ പോകട്ടെ അധികാരം അവത്തർത്താണ് സ്വാതന്ത്ര്യം വേണം. അതില്ലാത്തപ്പോഴാണ് പ്രവാചകൻ മദീനത്തേക്ക് പോയത്. അവിടെയും മദീനത്ത് പോയിട്ട് എന്തായിരുന്നു? ഇതാ ഞാനിവിടെ ഭരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്നല്ല. സഹാബത്തിന് ആദ്യം നബിയോട് പറഞ്ഞ ദഅവത്തിന് അങ്ങനെ ഒരുപാട് സഹാബത്തോടെ എല്ലാ വീട്ടിലും കയറി ഡോർ നടത്തി ദഅവത്ത് നടത്തി. നബി വരുമ്പോഴേക്കും ഒരു സംഘം മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ട്. ആ സംഘമാണ് നബിയെ ഭരണാധികാരിയാക്കിയത്. ആ നാട്ടുകാർ ഭരണാധികാരിയാക്കിയത് അങ്ങനത്തെ അവസ്ഥ എന്താ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടാകണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളെന്തായാലും ദഅവത്തെടുത്ത് എല്ലാവർക്കും ഇസ്ലാം എത്തിച്ചു കൊടുക്കുക. എല്ലാവരും മുസ്ലിങ്ങളാവും, അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടോ? അതല്ലാതെ ഇസ്ലാം പറയാതെ കുഫറും പാട്ടും ചുരുക്കും ബിദഅത്തും അതുപോലെ തന്നെ മ്യൂസിക് പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നത് ഇസ്ലാമികമാണ്. അത് റസൂലുള്ളാഹിന്റെ മാതൃകയില്ല. അതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക്. പിന്നെ ജമാഅത്താണെങ്കിൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ സാധുക്കളാണ്. നമ്മൾ എന്തിനാണ് ഐറ്റങ്ങൾ കുറ്റം പറയുന്നത്? ഐറ്റ നിസ്കാരം മുമ്പിട്ട് നടക്കുന്നത്. എന്നാലേ ഇസ്ലാമിലെ ആദ്യത്തെ പിഴച്ച കക്ഷി ഏതാണെങ്കിൽ ഖവാരിജികളാണ്. ഖവാരിജികൾ ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയതും ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഒരു കക്ഷിയെ കുറിച്ച് മുന്നറിയിപ്പ് വെച്ചിട്ടുള്ളത് ഖവാരിജികളെ കുറിച്ചാണ്. എന്നൊക്കെ ഹദീസിൽ കാണാം. ഈ ഖവാരിജികൾ ആരാണ്? ഇമാം ബുഖാരി പറയുന്നുണ്ട്, അസ്ദഖു അഹ്ലിൽ ബിദ്അത്തിന്റെ കക്ഷികളിൽ ഏറ്റവും സത്യസന്ധന്മാർ ഖവാരിജികൾ. ഒരു നോണറ്റ പറയില്ല, ഒരു തെറ്റേറ്റ ചെയ്യില്ല. കാര്യം ഒരു ചെറിയ ആവശ്യമില്ലാത്ത ബിസ്ക്കറ്റ് മൂപ്പര കയ്യിൽ നിന്ന് കട്ടെടുത്താൽ ഞാൻ കാഫറായി. ഒരു വൻപാപം ഒരു തെറ്റ് ചെയ്താൽ കാഫറാവുന്ന, അതുകൊണ്ട് ഒരു തെറ്റോടെ ജീവിതത്തിൽ ഉണ്ടാവും. ഭയങ്കരമായ സൂക്ഷ്മത ഉള്ള ആൾക്കാരാണ് ഖവാരിജികൾ. അലി റളിയല്ലാഹു അൻഹു പക്ഷേ ഒരു അഖീദ വെച്ചിട്ടുണ്ട്. അഖീദയിലാണ് പോയത്, ബാക്കി എല്ലാം ഉഷാറാണ്. അലി റളിയല്ലാഹു അൻഹു നെഹ്റുവാൻ യുദ്ധത്തിൽ ഖവാരിജികളുമായി നടന്ന യുദ്ധമാണ് അലി റളിയല്ലാഹുവിന്റെ കാലത്ത്. അലി റളിയല്ലാഹു അൻഹു പുറത്ത്, ഖവാരിജികൾ അപ്പുറത്ത്. അലി റളിയല്ലാഹു കൂടി താടി, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം, നിസ്കരിച്ച മുഖത്താങ്ങൾ വെട്ടിത്തള ഈമാനിനെ തിളങ്ങണ മുഖം. ശരിക്കും അലി റളിയല്ലാഹു അൻഹുവിന് അവരോട് യുദ്ധം ചെയ്യാൻ പേടിയായി. ഇത് നബി പറഞ്ഞ കൂട്ടരനെയാണോ മുസ്ലിങ്ങളാണ്? കാരണം ഇവരെ ചേരും പോലും കണ്ടിട്ട് തോന്നില്ല. അവസാനം അദ്ദേഹം യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തതിന് ശേഷം ഇത് നബി പറഞ്ഞ കൂട്ടരെയാണെന്ന് ഉറപ്പിക്കണമല്ലോ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് പറഞ്ഞത് ഈ ഒരു കൂട്ടരോട് യുദ്ധം ചെയ്യും, അതിൽ ഒരു മനുഷ്യനുണ്ടാവും, കുറുതായി കറുത്ത ഒരു മനുഷ്യൻ. അയാളുടെ സ്ഥലം, അതായത് ഈ സ്ഥലത്ത് 7 ഒരു സ്ഥലത്തിന്റെ അവിടെ 7 രോഗങ്ങളുണ്ടാവും, തടിച്ച 7 രോഗങ്ങളുണ്ടാവും. ഇത് നബി അന്ന് റസൂലുള്ളാഹി ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അടയാണ്. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കറുത്ത് കുറുതായി ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥലത്തിന്റെ ചുറ്റിലും 7 രോമങ്ങളുള്ള ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്. ശാപത്ത് തെരഞ്ഞെടുക്കി ആരെയും കാണാനില്ല. അന്നത്തെ ഒരാൾ കൊല്ലപ്പെട്ടവരില്ല. ഒന്നും കൂടി തെരഞ്ഞെടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം ആളെ പറഞ്ഞു വെച്ചിട്ടും ആളെ കാണില്ല. 4ാമത്തെ പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് ദൂരെയായി ഒരു ചെറിയ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വെട്ടേറ്റ് കൊണ്ടിട്ട്. അലി റളിയല്ലാഹു അൻഹു എടുത്ത വാളുകൊണ്ട് മരത്തി കിടത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞ അതേ അടയാളം. അലി റളിയല്ലാഹു അൻഹു അവിടെ ശുക്റിന്റെ സുജൂദ് ചെയ്തു. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഓലെ തേനൊലിച്ച വർത്താനം, ഓലെ
വേഷഭൂഷാദികളൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന അവന്റെ അഖീദയാണ്, അവന്റെ വിശ്വാസം. എന്താ തബ്ലീഗിന്റെ വിശ്വാസം? അത് എവിടെ ചോദിക്കുന്നു? ഏത് തബ്ലീഗാരോട് ചോദിക്കും? അള്ളാഹുവിന്റെ വിശ്വാസമാണല്ലോ ഒന്നാമത്തെ വിശ്വാസം. അത് പയച്ചതേ. ബാക്കി എല്ലാം ഈമാൻ കാര്യം 5 ശരിയായി, ഒന്നാമത്തെ തെറ്റിപ്പോയ കാര്യം അള്ള എവിടെയെന്ന് ചോദിച്ചാൽ ഇവരെ പറയും അള്ള എല്ലാ സ്ഥലത്തും, അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ള വിശ്വസം ഇസ്ലാമെന്ന് പുറത്താണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഇമാം അബൂ ഹനീഫ ഒന്നാമത്തെ ഇമാം, അദ്ദേഹം പറയുന്നു അള്ളാഹു ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഫഖദ് കഫറ. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മുകളിലാണെന്നുള്ളത്. 100-ലധികം തെളിവുകളുണ്ട്, വ്യത്യസ്തമായ തെളിവുകൾ. അള്ളാഹുവിന്റെ അർശ് ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാണ്. അപ്പൊ ഈ കുഫറിന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അത് അഖീദയെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. പിന്നെ എന്ത് തത്വ, എന്ത് നിസ്കാരം, നോമ്പുണ്ടായിട്ടും കാര്യമില്ല. അതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ ഈമാൻ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ജമാഅത്തിന്റെ മുമ്പിൽ കൂടെ നമുക്ക് പോയി എന്നൊക്കെ ഈമാൻ കൂടാൻ പാടില്ല. ജമാഅത്തിന്റെ കൂടെ ഈമാൻ പോകും, ഓല കൂടെ പോയി ഈമാനം കൂടെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്ന് പറഞ്ഞ തൗഹീദാണ് ഈമാൻ. ഈ ശബരിമലയിൽ ഈ മകരജ്യോതിക്കിന്റെ കൂട്ടം കണ്ടി നിങ്ങൾ മറ്റേ പത്രത്തിലൊക്കെ? എന്താണ് അത് തട്ടിപ്പാണുള്ളത്? ആ വഴക്ക് കത്തിക്കുന്ന ആൾക്കാർക്ക് പറയാ ഈ ഇങ്ങനെ കൂപ്പിക്കണം. പക്ഷെ എന്തൊരു ഭക്തിയോട് കൂടിയാണ് നിൽക്കല്. ജാറത്തിൽ പോയി അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വറക്കാത്ത ചുണ്ടുകളും നനയാത്ത കണ്ണുകളൊക്കെ ജാറത്തിൽ പോയി വറക്കും, നനയും ചെയ്യുന്നുണ്ടല്ലോ. അതുള്ള കാര്യമില്ല. ഈമാൻ എന്ന് പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്വാസം ശരിയാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുക. ആ ഇഖ്ലാസും തഖ്വ അത് സ്വീകരിക്കുള്ളൂ. നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തും ഇഖ്ലാസ് എന്ന സൂറത്തുണ്ട് ഖുർആനിൽ. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും ആ സൂറത്തുൽ ഇഖ്ലാസ് എന്താണ്? തൗഹീദാണ്. തൗഹീദ് ഉണ്ടായിട്ടുള്ള ഇഖ്ലാസ് അവർ സ്വീകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ അതാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവർ തന്നെ ആദർശ വിശുദ്ധി ഇല്ലാത്തവരാണ്. ജമാഅത്തിൽ ഒരു പുറത്തൊക്കെ നല്ല ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ആ ഒരു കെണിയിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു. പിന്നെ ഇപ്പൊ KNM ഇവിടെ ഉണ്ട്. നമ്മൾ KNM നമ്മൾ എന്താ വ്യത്യാസം? ഇപ്പൊ KNM നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശിർക്കില്ലാത്തൊരു കാര്യം ശിർക്കാൻ പറഞ്ഞു. അതാണ് KNMന്റെ അബദ്ധം. ശിർക്കില്ലാത്തൊരു കാര്യം ശിർക്കാന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ കുറെ നമ്മൾ ഇസ്ലാം പറഞ്ഞ നല്ലൊരു കെട്ടിടമാണ്, നല്ല രസമുള്ള ബിൽഡിങ്ങാണ്. അതിന് നമ്മളൊരു കല്ലുകൊണ്ട് ഓടിക്കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അടിയിൽ കൂടെ വേറെ ആപ്പടിച്ച് കയറ്റാൻ നോക്കിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരികെ കയറ്റാൻ നോക്കിയാൽ ആ ഭംഗി പൊളിയുമെന്ന് മാത്രമല്ല നമുക്ക് അവിടെ നിൽക്കില്ല. പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് വേറെ കുറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. ഇപ്പൊ KNM മർക്കസ് ദഅവക്കാരും കൂടി 2002 പിൻപോയ ആൾക്കാരും കൂടി. ഇപ്പൊ യഥാർത്ഥത്തിൽ KNMന്റെ അവസ്ഥ എന്ന് വെച്ചാൽ സ്വന്തം പ്രമാണം പോലും ശരിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ KNM. സഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റുമെന്ന് KNMന്റെ ഔദ്യോഗിക വേദിയിൽ പ്രസംഗിക്കാൻ പറ്റില്ലപ്പോ. കാരണം എന്താ? അത് ബോധ്യതകളുടെ അപ്പുറത്തുണ്ട്. KNM സെക്രട്ടേറിയറ്റ് കൂടിയാൽ തന്നെ സഹീഹുൽ ബുഖാരി എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായി? അതേപോലെ തന്നെ മർക്കസ് ദഅവക്കാരുണ്ട്. മർക്കസ് ദഅവക്കാർ കുറെ നല്ല പ്രവർത്തനം നടത്തുന്നു. ഞാൻ പറയും നന്മകൾ പ്രവർത്തിക്കുന്നത് അവർ സ്വീകരിക്കണമെങ്കിൽ അഖീദ ശരിയാണ്. ഒരാൾ ആദ്യം KNMന്റെ ശിർക്ക് ആരംഭിച്ചു. ഇപ്പൊ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ പൂർണ്ണമായി സ്വീകരിക്കില്ല. സിറാത്ത് പാലം നമുക്കറിയാം, നരകത്തിന്റെ മുകളിലുള്ള പാലാണ് സിറാത്ത് പാലം. അതില്ലാന്നാണ് പോലെ പ്രസിദ്ധീകരണത്തിൽ എഴുതിച്ചു. സിറാത്ത് പാലം ഇല്ലെന്ന് ഖുർആനില്ല. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സ്വപ്നം കാണുന്ന പോലെ ഉണ്ടോ, അത് ശരീരത്തിൽ നിന്നും ഉണ്ടാവില്ല. മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓമിൻ ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കണല്ലേ?
ഈ മസീഹ് ദജ്ജാലിന്റെ ഫിത്ന ഇവിടെ വരാണ്ട്, വലിയ ഫിത്നയാണ്. ആ ഫിത്ന മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി, ഒരു രൂപം എന്ന് വരാനില്ല. ഇങ്ങനെ ആളുകളെ പഠിപ്പിക്കണ എല്ലാം മസീഹ് ദജ്ജാലാണ്. ഇതാണ് പറയുന്നത്. അതൊക്കെ ദജ്ജാലായിരിക്കും. പ്രധാനത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ദജ്ജാൽ എന്നൊക്കെ പറയാം. കാരണം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ട് ഇന്നലെയും കോട്ടക്കിൽ അയാൾ പറഞ്ഞത് സ്ഥലത്തുകളെ പറ്റി വരുന്നാണ് പറഞ്ഞത്. നമുക്ക് അള്ളാഹ് കവയുണ്ട് പറഞ്ഞ ആൾക്കാരാണ്. ആ വയസ്സാം കാലത്ത് ഭൂമിക്ക് കാലിട്ടിരിക്കുന്ന കാക്ക ഇന്നലെ ഭയങ്കര, ഞാൻ ഇന്നലെ അയാൾ പ്രശ്നം കൊണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണ ആൾ താങ്ങി പിടിച്ചാൽ കൊണ്ടല്ലേ, പക്ഷെ ഇന്നലെ എന്താ ഭയങ്കര ഒരു വർഷമൊക്കെ കുറിച്ച് ഊർജ്ജം കിട്ടുമോ. ഈ നൃത്തത്തിൽ പരമാണ് പറയും. അപ്പൊ കുറച്ചൊന്നും ഇട്ടിട്ടുക്കാറ് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കളവുകൾ ഹദീസിൽ. അപ്പൊ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പിന്നെ റസൂൽ പറഞ്ഞു മസീഹ് ദജ്ജാൽ മക്കയിലേക്ക് മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ഇയാളെ കാബിനുള്ളിൽ തന്നെ കഴിയില്ല. ആന്തപുര കാബ കഴുകാൻ വരെ കഴിയും. ഏതായാലും മസീഹ് ദജ്ജാലുള്ള ഉറപ്പാണ്. കാരണം അറബിലേക്ക് മസീഹ് ദജ്ജാൽ കയറാനില്ല. അപ്പൊ ഇങ്ങനെ തങ്ങളുടെ ആദർശങ്ങൾ സഹീഹായ ഹദീസുകൾ നിഷേധിക്കുക, സഹീഹ ഹദീസുകൾ നിഷേധിക്കുക. ഇതാണ് മർക്കസ് ദഅവക്കാർ. സഹീഹായ ഹദീസുകൾ നിഷേധിക്കുക, തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കളയുക. അപ്പൊ ഇതൊരു മുഅ്മിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്, നമുക്ക് സ്വന്തമായി ആദർശം ഇല്ല എന്നതാണ് നമ്മുടെ ആദർശം. നമുക്ക് സ്വന്തമായി ആദർശമില്ല എന്നതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. വിശുദ്ധ ഇസ്ലാമിക് ഓർഗനൈസേഷന് പുതിയൊരു ആദർശവും ഇല്ല. നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ മുത്തനബി പഠിപ്പിച്ച ആദർശം നമ്മുടെ ആദർശം. പക്ഷെ ഈ പറയുന്ന ആളുകളുടെ ആദർശം ഒന്നും അതല്ല. ഓരോ മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഓരോ ബുദ്ധിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇമാമികൾ പറഞ്ഞനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ഓരോ ആദർശം. അതുകൊണ്ടാണ് ഓരോ കക്ഷികളിലേക്ക് നശ്വരി മാത്തുരീതി മറ്റേ രീതിയൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഒരു ആദർശ കൂട്ടായ്മയിൽ നമ്മൾ അള്ളാഹുവിന്റെ തോന്നിയിട്ടുണ്ട്. ഇത് വലിയൊരു സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലഘട്ടത്തിലുള്ള അതുപോലെ സഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഈ പിന്നെ ഇതിൽ നിന്ന് തെറിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. തെറിച്ചു പോകുന്ന ചില ആൾക്കാർ നമ്മളെല്ലാം കാത്തിരക്ഷിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇതൊരു വിശുദ്ധമായ കൂട്ടായ്മയാകുമ്പോൾ ഈ കൂട്ടായ്മയിൽ ഒരു മനുഷ്യന് നിൽക്കണമെങ്കിൽ അയാൾക്ക് വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി ഇല്ലാത്തവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുമെന്ന് പുറത്തേക്ക് നമ്മളെല്ലാം കാത്തിരക്ഷിക്കുന്നതാണ്. നമുക്ക് 3 തരം വിശുദ്ധികളാണ്. ഈ ഒരു എനിക്ക് ഇസ്ലാമിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, അഹ്ലു സുന്നത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ 3 തരം വിശുദ്ധികൾ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين في صلاتهم خاشعون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون الذين هم لأماناتهم എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 തരം വിശുദ്ധി. ഒന്ന് വിശ്വാസ വിശുദ്ധി. നമ്മുടെ വിശ്വാസത്തിൽ ഒരു ശിർക്കോ ബിദ്അത്തുകളോ റിയാകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. ഇപ്പൊ ആൾക്കാരൊക്കെ നമ്മളെ പറ്റി നല്ലതാണ്, പക്ഷെ അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ 0 ആണെങ്കിൽ നമ്മൾ അതാണ് പരിഗണിക്കാൻ പഠിച്ചോ. ആളുകൾ തൃപ്തി ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തി. ഇപ്പൊ നമ്മൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വരെ നിങ്ങൾക്ക് സദഖയുണ്ടെന്നാണ് കൂടിയിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിൽക്കുമ്പോൾ ഒരാളെ കൂടെ ഇങ്ങനെ പോവുക, അയാൾ നല്ല അധ്വാനിക്കുന്ന ആളാണ്. അപ്പോ പിന്നെ അവസാനിപ്പിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, അയാൾ അധ്വാനൊക്കെ ദീനിന് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ വിശ്വാസം അങ്ങനെ പറയാൻ പാടില്ല. അയാൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ, അതും ദീനാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കലും ദീനാണ് കൂടിയിട്ടും. ആദർശ വിശുദ്ധി അത് നമുക്കുണ്ടാകും. അത് നമ്മൾ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. ദീന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ടീച്ചറോട് കേൾക്കണം, നിർബന്ധം വായിക്കണം. നമ്മൾ ചില ആൾക്കാരോട് വായിക്കാൻ സമയമില്ല. ഒരു ദിവസം എത്ര വാട്സപ്പ് കൊണ്ടുണ്ട്, എത്ര വാട്സപ്പ് നമ്മൾ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ. നമ്മളിങ്ങനെ വേറെ നമ്മളിങ്ങനെ പോസ്റ്റർ ഒട്ടിക്കൊക്കെ ചെയ്യും.
പക്ഷെ ആ ഇഖ്റ നമുക്കുണ്ടോ? ഉണ്ടാണ്. ദീനിയായ കാര്യങ്ങൾ വായിക്കണം, കേൾക്കണം, പഠിക്കണം. അത് ആകർഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സാമ്പത്തിക വിശുദ്ധിയാണ്. നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും ഹറാമ് കലരാൻ പാടില്ല. ഹറാമ് ഇതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മെല്ലെ തിന്നുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുക. കാരണം എന്താ വെച്ചാൽ പറഞ്ഞു ഒരു വിശുദ്ധി നമ്മൾ ഈ കിഡ്നി ഉണ്ടായിരുന്നു. കിഡ്നിന്റെ പണി എന്താ? നമ്മൾ കുടിക്കുന്ന വെള്ളം അതുപോലെ അതൊക്കെ ഇങ്ങനെ അരിച്ച് വെച്ച് വേറെ ഇതൊക്കെ കൊടുത്ത് വേസ്റ്റ് മൂത്രത്തിനുള്ള പുറത്തു. ഈ മൂത്രം പുറത്തു പോകും. പുറത്തു പോയില്ല പോലല്ലേ? അപ്പൊ നമ്മളുടെ സമ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശുദ്ധമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വിശുദ്ധമായ ഈ പാതയിൽ നിന്ന് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? പുറത്തു. അത് നമ്മുടെ ദുനിയാവിനും ആഖിറത്തിനും വലിയ അപകടമാണ്. എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിക്കും. സാമ്പത്തികമായ തട്ടിപ്പ് നടത്തിയിട്ട് വലിയ പ്രബോധകന്മാരും വലിയ പ്രഭാഷകന്മാരും വലിയ ഗായന്മാരൊക്കെ ആയി നടന്ന എത്ര ആളുകൾ ഇപ്പോ അവർക്കൊരു സ്റ്റേജില്ല, വേദിയില്ല, ഒന്നുമില്ല. കാരണം എന്താ? അവർക്ക് ജീവിതത്തിൽ പറയുന്ന തോളോട് പറയുന്ന വിശുദ്ധിയുള്ളൂ. ഇവിടേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും നല്ല കാത്തിരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് റസൂൽ പറഞ്ഞില്ല. ഞങ്ങൾ 14 കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യപ്പെടും. അവന്റെ ആയുസിനെ പറ്റി എന്താ ചോദ്യം? ഈ ആയുസ് 50 കൊല്ലം ജീവിച്ചിട്ട് നീ ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ ചോദ്യം. ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? ഇതൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ആൾക്കാരാണ്. സ്റ്റുഡൻസും യൂത്തും അതുപോലെ തന്നെ ഓർഗനൈസേഷനും നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്തിയേക്കേണ്ട ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദീനിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാന്റെ ദീനിന് വേണ്ടി. രണ്ടാമത്തെ നമ്മുടെ യുവത്വത്തെ കുറിച്ചാണ്. പിന്നെ നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ്. 2 ചോദ്യ സമ്പത്തിനെ കുറിച്ചാണ്. നീ എവിടുന്നാണ് ഉണ്ടാക്കിയത്? ഹലാലായ മാർഗത്തിലൂടെയാണോ? ഇവിടെ ചെലവഴിച്ചത്? 2 ചോദ്യം. ഇത് രണ്ടെണ്ണത്തിന് ഉത്തരം പറയാതെ ലാ തസൂലു ഖദമ, ഒരു അടിമയുടെ കാലാണ് നീങ്ങൂല എന്നാണ് സുഭാഷ. നമ്മുടെ സമ്പത്ത് നല്ലോണം ശുദ്ധീകരിക്കണം. ഇത് പ്രത്യേകിച്ച് രക്ഷിതാക്കളും എന്നോടൊക്കെയുള്ള ആളോടൊക്കെ പറയും. മൂന്നാമത്തെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക വിശുദ്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു അനുവദിച്ചതല്ലാത്ത ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ലൈംഗികപരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് 100% നമ്മൾ ഉറപ്പുവരുത്തണം. അത് കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും അതുപോലെ തന്നെ സംസാരമാണെങ്കിലും ചാറ്റിങ്ങിലാണെങ്കിലും എല്ലാം. ഇന്നിപ്പോ എന്താ വെച്ചാല് പണ്ടത്തെ പോലും ഇന്നത്തെ കാലഘട്ടം പറഞ്ഞു ആണും പെണ്ണും മിംഗ്ലിംഗ് ആയതുകൊണ്ട് ഒരുപാട് ദുരന്ത ഫലങ്ങൾ നമുക്ക് സമയം ആണും പെണ്ണും മിംഗ്ലിംഗ് ആയതിന്റെ ഒരുപാട് എന്താ പറയാ ഭയങ്കരമായ പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. അതാണ് നല്ലോണം സൂക്ഷിക്കാം. ഒരു മനുഷ്യനെ ഇബ്ലീസ് പറയാം, പറയാം, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന രംഗം അദ്ദേഹം പറയാം. യഥാർത്ഥത്തിൽ കാണാം. ഇബ്ലീസ് ആദ്യം ഒരു മനുഷ്യന്റെ അഖീദ പഠിപ്പിക്കാൻ നോക്കുക. അതിന് കിട്ടണമെങ്കിൽ പിന്നെ ഒരു ബിദഅത്ത് ചെയ്യിപ്പിക്കാൻ നോക്കും. അത് കിട്ടണമെങ്കിൽ പിന്നെ ഒരു ഹറാമിലേക്ക് അവനെ കൊണ്ടുപോകും. അതിന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ ഷഹവാത്തിൽ അവൻ ഇടപെടുന്നു. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും, അതുപോലെ തന്നെ അധികാരം. ഇതൊക്കെയാണ് ഷഹവാത്ത് എന്ന് പറയുന്നത്. അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുക, മറ്റവന്റെ കാല് വലിക്കുക, അപ്പനങ്ങോട്ട് കയറ്റുക. അതുപോലെ തന്നെ സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ സമ്പത്തുമായി ബന്ധം. ഇതൊക്കെ മനുഷ്യന്റെ ഷഹവാത്തുകളാണ്, ഇച്ഛകളാണ്. ആ ഇച്ഛകളിൽ പിശാച് കയറി ഓനെന്തിയും ഈ ദീനും തെറ്റിക്കാൻ വേണ്ടി നോക്കും. ഇനി അതിനും ഒരാളെ കിട്ടണില്ലെങ്കിലോ, അതിനും ഒരു മനുഷ്യനെ കിട്ടണില്ലെങ്കിലോ എന്ന് വെച്ചാൽ അതായത് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും, അതുപോലെ തന്നെ അഫ്ദലും ഉണ്ടാവും, മഫ്ദൂലുണ്ടാവും. ഈ അഫ്ദലായ കാര്യത്തിനെ വിട്ടിട്ട് എന്ത് ചെയ്യുക? ആവശ്യമുള്ളതും അത്യാവശ്യമുള്ള കാര്യങ്ങൾ വിട്ടിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചുറ്റി കുറെ സമയം പഠിപ്പിക്കുക. പക്ഷെ ഇപ്പോഴത്തെ നിസ്കാരം പ്രധാനം തന്നെയാണ്. അതിനേക്കാൾ പ്രധാനമാണ് തൗഹീദ്. തൗഹീദ് പറയുന്ന നേരത്തിൽ നിസ്കാരം പറയുന്ന നേരം ഇബ്ലീസിന്റെ വേറെ പണിയാണ്. ഏറ്റവും അഫ്ദലായ വിട്ടിട്ട്
മഫ്കൂലായിട്ട് ഇങ്ങനെ ആളുകളെ മഷ്കൂലാക്കി വെക്കുക. ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ അവന്റെ അദ്ദേഹം പറയുന്നത് ഒഴിവ് സമയം അവർ ഒരു പണി ചെയ്യാത്ത കോലത്തിലാക്കി തീർക്കുക. എന്നിട്ട് ശരിക്കും എട്ടാം നൂറ്റാണ്ട് പറഞ്ഞ വാചകം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പണി ഒരു ഹറമൊന്നും അവരെ പണി ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതെന്ന് വെച്ചാൽ പ്രത്യേക സമയം ഒറ്റ സമയം അതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ഇബിലീസിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മുടെ വിശുദ്ധമുള്ള ജീവിതം ഇല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകും. ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഓരോ ശരിക്ക് ദുനിയാവിൽ തന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ പരലോകം ഓരോ പ്രശ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും പിന്നെ ഞാൻ അവസാനിപ്പിക്കാം. എന്താ വെച്ചാൽ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക. മീറ്റിംഗ് വിളിച്ചാൽ മീറ്റിംഗ് വരിക, മീറ്റിംഗ് കൂടുക. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ദഅവാ പ്രവർത്തനങ്ങൾ നമ്മളാണ് ഈ മോങ്ങ മണ്ഡലത്തിൽ ഇസ്ലാം റസൂല് പൂർത്തിയാക്കി ഇസ്ലാം ഈ മോങ്ങത്തെ ആളുകൾക്ക് മണ്ഡലത്തിലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പടച്ചോൻ തെരഞ്ഞെടുത്ത് നമ്മളെ വിശ്വസിക്കുക. അതാണ് യാഥാർത്ഥ്യം. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു അള്ളാന്റെ മാർഗത്തിൽ ഇപ്പൊ നമ്മൾ മീറ്റിംഗ് വരികയാണ്. മീറ്റിംഗ് നമ്മൾ വരുമ്പോൾ ഓരോ കാലിലേക്ക് നമുക്ക് കൂടിയിട്ട് എന്നാ ഫുട്ബോളാണ് മതി. ഞങ്ങൾ ഇന്നലെ പിന്നെ സെക്രട്ടറിയേറ്റ് ഇന്നലെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തിരൂര് നമ്മൾ അതേ പണിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര വന്നപ്പോ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ ആളും പെണ്ണോട്ട് ഇങ്ങനെ ഓരോ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ ബ്ലോക്കാണ്, നമുക്കാരൊക്കെ ബ്ലോക്ക്. അപ്പൊ നോക്കുമ്പോ നമ്മളെ പിന്നെ സമ്മേളനം നടന്ന റോഡുണ്ടല്ലോ, അവിടെ നിന്ന് സദാസ്കോർ ഫൈനലാ. പെണ്ണുങ്ങൾ ആളെ പെണ്ണ് റോട്ടിൽ കൂടെ ഓടിയിട്ട് വണ്ടി ബ്ലോക്ക്. ഞൊക്കൈ ഓടുന്നത് പെണ്ണുങ്ങൾ കുട്ടികൾ വലിച്ചു ഓടുക. ഞങ്ങൾ ആദ്യം വലിയ ആക്സിഡന്റ് സംഭവിച്ചു, ഇത് കുടുക്കി ആക്കരുത്. പിന്നെ സദാസ്കാറിന്റെ മുമ്പിൽ എത്തിയപ്പോ ഒക്കെ പാടെ താഴത്തേക്കാരുടെ ഇങ്ങോട്ട് അവിടെ വെച്ച് സദാസ്കാറിൽ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്, ആൾക്ക് മാത്രം ടിക്കറ്റ്. ഇങ്ങനെ കുറെ ശീത്താങ്ങി പെണ്ണുങ്ങളെ പുറത്തൊക്കെ പെണ്ണുങ്ങൾ ആവശ്യമുള്ള കാര്യത്തിന് എന്നൊക്കെ ഖുർആൻ ക്ലാസ്സിൽ വെച്ചാൽ വരും. അത് അവിടെ പിന്നെ അവിടെ മറ്റേ കറി അങ്ങോട്ടേക്കാണ്ട് ഇങ്ങോട്ടേക്കാണ്ട് പപ്പടം പിടിച്ചാണ്ട് മീൻ പിടിച്ചാണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടാക്കാണ്ട് ഇങ്ങോട്ടാക്കാണ്ട് 100 എന്നാൽ ഞങ്ങൾക്കൊരു പിന്നെ സുൽത്താൻ പാലസക്ക് പറഞ്ഞാൽ ഭയങ്കര മൊത്തത്തിൽ സമുദായത്തിന്റെ അവസ്ഥ. ദീനിനോട് ഒരു മടുപ്പും ദുനിയാവിനോട് കറാഹിയത്തിൽ മോത്തും. അപ്പൊ ദുനിയാവ് കറാഹിയത്തിൽ മോത്ത് റസൂൽ പറഞ്ഞത് അതുള്ളത് ചണ്ടിയിലേക്കാൻ. നിങ്ങൾ മഴയും പാടെ ചണ്ടി ഇങ്ങനെ ഓൾക്കൂടെ തന്നെ പോകും. അതുകൊണ്ട് ഒരു ഉപകാരം ആ ചണ്ടി കൊണ്ടുണ്ടാവില്ല, അതങ്ങനെ പോയി അങ്ങനെ പോകും. അതേ സമയത്ത് അള്ളാഹുവിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയാം, ഒരു കാൽപ്പാട് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹിന്റെ കൂടിയിട്ടുണ്ട്. അതാണ് മീറ്റിംഗ്. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ പള്ളിക്ക് നടന്നവനും കൂടി റസൂൽ പറഞ്ഞില്ലേ, ജുമാക്ക് നടന്ന റസൂൽ കൂടി പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ജിഹാദിനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി പറഞ്ഞിട്ടുണ്ട്. ഇത് ജിഹാദായിട്ട് മനസ്സിലാക്കുക. ഞാൻ ആയത്ത് പറഞ്ഞില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, അതായത് പിന്നെ നിങ്ങൾ ഓരോ പാദം വെക്കുന്നില്ല ഇല്ലാ കുതിബ ലഹും അമലുൻ സ്വാലിഹ് എന്നാണ് ആയത്ത്. ولا ينفقون نفقة صغيرة ولا كبيرة. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെറിയ സംഖ്യയാകട്ടെ വലിയ സംഖ്യയാകട്ടെ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. ولا يقطعون واديا, നിങ്ങൾ ഒരു താഴ്വരയിൽ മുറിച്ചു കടക്കുന്നില്ല. ഇല്ല കുതിബ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്മ എഴുതി വെച്ചിട്ടുണ്ട്. ലിയജ്സിയഹും അല്ലാഹു അഹ്സന മാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഏറ്റവും നല്ല കൂലി കൊടുക്കും. ഒരു മീറ്റിംഗിൽ ഒരു പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കാണാൻ പോകണമെന്നല്ല, അതിന് കൂലിയുണ്ട്. ഓരോ നടത്തത്തിനും കൂലിയുണ്ട്, ആ പെട്രോൾ അടിച്ചതിന് കൂലിയുണ്ട്, ആ ഇന്നതിന് കൂലിയുണ്ട്, ഇവിടെ ഇരിക്കുന്നതിന് കൂലിയുണ്ട്, എല്ലാം കൂലിയാണ്. ഇത് വലിയ വിഭാഗത്തെ മനസ്സിലാക്കണം. ഈ ദീനിന്റെ നേരത്താണ് ഒരു ജിഹാദാണിത്. അതുകൊണ്ട് നമ്മുടെ ലോകം മാത്രം പറഞ്ഞാൽ ഇനിയുള്ള ഈ ഒരു 3 വർഷക്കാലത്തിന്റെ ഇവിടെയുള്ള ദഅവത്തിന്റെ നെടുന്തൂണുകളാണ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു നമ്മളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.
നമുക്ക് ദീനിയായിക്കൊണ്ട് എന്തെങ്കിലും ക്ലാരിറ്റികളോ അതുപോലത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കും. നമ്മൾ ഈ പിന്നെ ആ രംഗത്ത് വിവരമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ ഒരു ദീനിയായിക്കൊണ്ട് ഇഷ്കാര്യങ്ങൾ കൊണ്ടെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ ഒരു ബാത്തിൽ ഞാൻ പുറത്തുനിന്ന് കേട്ടൊക്കെ ഒരു ബാത്തിൽ കേൾക്കുമ്പോൾ അത് മനസ്സിൽ ചില സ്വാധീനം ഉണ്ടാക്കും. അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടായ്മ ഞാൻ പുറത്തു പോകാനുള്ള കാരണമാണ്. അതുകൊണ്ട് ഹക്ക് മാത്രം കേൾക്കുക, അള്ളാഹുവിൻ്റെ ദീൻ ഉറപ്പിച്ച് അവരുടെ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെല്ലാം അവരുടെ ദീനിൻ്റെ മുജാഹിദുകളായ പടയാളികളാക്കി തീർത്ത അവസാനം സ്വർഗം കിട്ടുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്തുക.